താങ്ക് യു. അസിസക്ക ഫൺസ് പുണ്ണി ടൈമിൽ വന്നു, നമ്മുടെ ഭാഗമായി നമ്മുടെ പ്രേക്ഷകരുടെ നമ്മുടെയൊക്കെ മനസ്സ് ഒരുപാട് നിറച്ചു പോയ ഒരു ഗസ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. അതല്ലേ വീണ്ടും വിളിച്ചതല്ലേ? അതാണ് എന്നെ വിളിച്ചത്. അതായത് ആ ചിരി തുടക്കം മുതൽ അവസാനം വരെ കീപ്പ് ചെയ്യുന്ന ചിരി വൈബ് എല്ലാം പുളിയായിരുന്നു. ചിരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്? ചിരിക്കാൻ വേണ്ടിയാണ്? അങ്ങനെയല്ല, വരുമ്പോ ചിരിക്കുന്നതിന്റെ ഒരു വൈബ് കിട്ടിയെന്നുള്ളതാണ്. പണ്ട് വൈബ് കിട്ടൂലായിരുന്നു. ഓ അങ്ങനെ ഉണ്ടല്ലോ, വൈബ് കിട്ടുന്നുണ്ട്. ഈ ചിരിയിൽ എത്ര പെൺകുട്ടികൾ വീണിട്ടുണ്ട് പറയൂ? ഒറ്റ പെണ്ണ്, ഒറ്റ പെണ്ണ്. എന്റെ വൈഫ്. കള്ളം പറയരുത്. അത് നിങ്ങളെ ഒന്ന് വീഴ്ത്തിയതാണല്ലോ. അല്ലാതെ അസീസിന്റെ ചിരിയും നല്ലതാണെന്ന് പറഞ്ഞിട്ട് എത്ര പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടെന്നാണ് സത്യമായിട്ട് ഈ ഫ്ലോർ സത്യം ആരുമില്ല. ഈ ഫ്ലോറിനെ എങ്ങും പിടിച്ച് ആവശ്യമില്ലാത്ത സത്യമായിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇതും വെച്ച് ജീവിക്കുന്നതാ. സത്യമായിട്ടാണ്. നീ വേറെ വല്ലതും പിടിച്ച് സത്യമായിട്ട് നുണ പറയാൻ ഈ ഫ്ലോറിനെ പിടിച്ചാണോ സത്യമായിട്ട്? അല്ലടാ ഊവേ. പിന്നെ ശരി, ഇനി അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കൂ. ഞാൻ ആ കുട്ടികളുടെ പേരുടെ വെളിപ്പെടുത്തുന്നതായിരിക്കും. വരുന്ന ഈ ചെറുക്കന്മാരുടെ മെസ്സേജിനിടയിൽ നിന്ന് ഇത് എപ്പോ ഇവർക്ക് കഴിക്കുന്ന ചെറുക്കന്മാര് എനിക്ക് മെസ്സേജ്. വലിയൊരു ആക്രമണം ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. എന്റെ പിറന്നാളാണ്. എന്റെ പിറന്നാളിന്റെ അന്ന് തന്നെയാണ് ഡയാനയുടെയും പിറന്നാൾ. ഒരേ ദിവസമാണ് ഞങ്ങളുടെ പിറന്നാള്. നിങ്ങൾ ഇരട്ടകളായിരുന്നോ? ഇരട്ടകളായിരുന്നു ഏതാണ്. അങ്ങനെയാണ് ഗാന്ധിജി എന്റെ ചേട്ടനായിട്ട് ഒരു ദിവസം മുമ്പാ. അപ്പോ ഈ ഡയാനയുടെ പിറന്നാളിന് അന്ന് എനിക്കൊരു അജ്ഞാതന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്നത്തെ ഒരു ദിവസം വരുന്ന എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കും. ഇരുന്ന് താങ്ക് യു അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞ എല്ലാ മെസ്സേജും റിപ്ലൈ കൊടുക്കുന്നതിനിടയിൽ ഒരു ഓഡിയോ നോട്ട് കണ്ടു. ഒരു അജ്ഞാത നമ്പറിൽ നിന്നാണ്. ഞാൻ പ്ലേ ചെയ്തപ്പോഴേ, ഹലോ പിഷാരടി ചേട്ടാ, ഇന്ന് നമ്മുടെ ഡയാന ചേച്ചിയുടെ പിറന്നാളാണ്. ഡയാന ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചേട്ടൻ എനിക്കൊരു വീഡിയോ അയച്ചു തരുമെന്ന്. ഒരുത്തനെ ഇവൻ എന്റെ പിറന്നാളെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഒരു കണ്ണിച്ചോരയില്ലാത്ത ദ്രോഹി ഈ പരിപാടി കാണുന്നവനാ. എന്നിട്ട് അല്ല, എന്നാലും അവൻ എന്റെ പിറന്നാളെന്ന് അറിയണ്ടേ ആ ദിവസം? അതുപോലും അറിയാതെ. അല്ലാതെ നമുക്ക് പെൺകുട്ടികൾ പോലും അയക്കുന്നില്ലല്ലോ നമ്മളെ പിറന്നാൾ. നമുക്ക് ആർക്കും അയക്കുന്നില്ല. പക്ഷെ ഇത് കുറെ എണ്ണം ഉണ്ട്. കൊട്ടപ്പടി ഇത്രയും ഭയങ്കരം തന്നെ. ഡയാന അതിനെ കുറിച്ച് പറയാം. ഡയാന അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, ആരാന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെ രമേശന്റെ പോലെ ഒരു വലിയ വ്യക്തിയുടെ കയ്യിൽ എനിക്കൊരു വിഷ് വീഡിയോ കിട്ടാന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണല്ലോ. തീർച്ചയായും. അല്ല, ഞാൻ വിഷ് വീഡിയോ ഒന്നും ചെയ്തില്ല. അല്ലാത്തവർക്ക് എല്ലാം റിപ്ലൈ കൊടുത്തു. ഇവന് ഞാൻ ഒന്നും കൊടുത്തില്ല. അല്ല, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. നീ എനിക്ക് മെസ്സേജ് അയച്ചോ? നിന്നെ ആർക്കേബ് ചെയ്ത് ഇട്ടേക്കുക. തമാശല്ല. ഇവനെ ഇത്രയും നീളമുള്ള മെസ്സേജ് അയക്കുക ഇടയ്ക്ക്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് തന്നായിരുന്നു മെസ്സേജ്. മെസ്സേജ് എനിക്ക് തന്നിട്ടുണ്ട്. റിപ്ലൈ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇവനെ ഇടയ്ക്ക് അത് നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പിഷു ചേട്ടാന്ന് ഇടും. അല്ലല്ല, അതിന്റെ മറുപടി. പക്ഷെ ഇതല്ല. ഇതല്ലാത്ത ദിവസങ്ങളിൽ എന്തൊക്കെയോ ലോക കാര്യങ്ങൾ, ലോസോൺ പാളി തുള വിടും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ എന്ത് ചെയ്യാൻ ഇതിനകത്ത്? ശരി, മാറ്റിയിടാം. എന്നിട്ട് നിനക്ക് മറുപടിയും തരുന്നതായിരിക്കും. ആയിക്കോട്ടെ.